കൊങ്ങാട് നിയോജകമണ്ഡലത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണം. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് കൊങ്ങാട് നടന്ന പൊതുസമ്മേളനത്തിൽ സംസാരിച്ചു. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി നടന്ന ഈ പരിപാടിയിൽ പ്രാദേശിക ജനങ്ങളിൽ നിന്നും പാർട്ടി പ്രവർത്തകരിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. തന്റെ പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും ക്ഷേമപദ്ധതികളെക്കുറിച്ചും അവർ വിശദീകരിച്ചു. പ്രത്യേകിച്ച് കേരളത്തിലും പാലക്കാട് മേഖലയിലും ഈ പദ്ധതികളുണ്ടാക്കിയ സ്വാധീനത്തെക്കുറിച്ച് അവർ എടുത്തു പറഞ്ഞു. അടിസ്ഥാന സൗകര്യ വികസനം, സാമ്പത്തിക വളർച്ച, പൗരന്മാരുടെ ജീവിതനിലവാരം ഉയർത്തൽ എന്നിവയ്ക്ക് ഈ പദ്ധതികൾ എങ്ങനെ സഹായിച്ചുവെന്ന് അവർ വിവരിച്ചു. UDF, UDF, LDF, LDF മുന്നണികളെ വിമർശിച്ചുകൊണ്ട് കൊങ്ങാട്ട് ജനങ്ങൾ ഇരുപക്ഷത്തിന്റെയും ഭരണകാലത്ത് വർഷങ്ങളോളം അഴിമതിയും ഭരണപരമായ പരാജയങ്ങളും കണ്ടവരാണെന്ന് അവർ പറഞ്ഞു. നിർണായകമായ മാറ്റത്തിന് സമയമായെന്ന് അഭിപ്രായപ്പെട്ട അവർ അഴിമതിയും അപ്രായോഗിക ഭരണവും വോട്ടർമാർ നിരസിക്കണമെന്ന് ആവശ്യപ്പെട്ടു. കേരളത്തിൽ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ വരണമെന്നും വേഗത്തിലുള്ള വികസനത്തിനും മെച്ചപ്പെട്ട ഭരണത്തിനുമായി BJP സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്നും നിർമ്മല സീതാരാമൻ വോട്ടർമാരോട് അഭ്യർത്ഥിച്ചു. പ്രത്യേകിച്ച് കൊങ്ങാടിന്റെ അടുത്ത MLA ആയി രേണു സുരേഷിനെ തിരഞ്ഞെടുക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. രേണു സുരേഷിന്റെ നേതൃത്വം മണ്ഡലത്തിന് പുരോഗതിയും കാര്യക്ഷമമായ പ്രാതിനിധ്യവും നൽകുമെന്ന് അവർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. മുതിർന്ന നേതാക്കൾ, കൊങ്ങാട് തിരഞ്ഞെടുപ്പ് ഇൻചാർജ് കിലാരി ദിലീപ്, പാർട്ടി പ്രവർത്തകർ, വൻ ജനക്കൂട്ടം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മേഖലയിൽ BJP സഖ്യത്തിന് വർദ്ധിച്ചുവരുന്ന ജനപ്രീതിയെ ഇത് പ്രതിഫലിപ്പിച്ചു.